നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് അറിയോ? കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി, അത് ലൈക്ക് ഡസൻ മാറ്റർ മെയിൽ ഓർ ഫീമെയിൽ, ചിലപ്പോൾ ആരും ആകാം. ഏതൊരു വ്യക്തിയാണെങ്കിലും അവരെ കുറിച്ചിട്ട് ചിന്തിക്കുക, അവരുടെ നെയിം 3 times പറയുക, എന്നിട്ട് നിങ്ങൾ വീഡിയോ കാണുക. ഓക്കെ, ഇത് കോണ്ടാക്ട് നോ കോണ്ടാക്ട് ആയിട്ടുള്ളവർക്ക് ഈ റീഡിങ്സ് കാണാവുന്നതാണ്. ബിക്കോസ് ഈ റീഡിങ്സ് ടൈംലെസ് ആണ്, അതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഫേസ് ഡൗൺ ആയിട്ടാണ് കാർഡ്സ് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ റീഡിങ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൽ നമുക്ക് ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്യാം. ഓക്കെ, ഏസ് ഓഫ് സോർട്സ്. നിങ്ങൾക്ക് ഇവിടെ കാർഡ് കിട്ടിയിട്ടുള്ളത് 10 of Cups ആണ് കേട്ടോ. അപ്പം ഈ 2 കാർഡ്സും പറയുന്നത് എന്താണെന്നറിയോ? സംതിങ് ഈസ് റിലേറ്റഡ് ടു ക്ലാരിറ്റി. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി ഇല്ലായ്മ ഈ റിലേഷനിലുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല എക്സാക്റ്റ് ഈ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇവർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി ഇവർ നിങ്ങൾക്ക് തരുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു ക്ലാരിറ്റി ആവശ്യമാണ്. കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ടൊരു മാരേജ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം, ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇവരോട് വല്ലാത്തൊരു സ്നേഹമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഒരു 10 of Cups, നിങ്ങൾക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്ന ഈ ഒരു വ്യക്തിയിലാവാം. ആ ഒരു എനർജീസാണ്. പക്ഷേ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു പിടി തരുന്നുണ്ടാവില്ല. ഇപ്പോൾ ഒരു ക്യാരക്ടർ ആണെങ്കിൽ പിന്നെ വേറൊരു ക്യാരക്ടർ ആയിരിക്കും. ഒരു ക്ലാരിറ്റി തരാത്ത ഒരു രീതിയിലായിരിക്കും ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. നിങ്ങൾക്ക് എക്സാക്റ്റ് അവരുടെ മനസ്സിൽ എന്താണെന്നോ, അവർ എക്സാക്റ്റ് എന്താണ് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് അവർക്കെന്നോ നിങ്ങൾ ലൈക്ക് അവർ നിങ്ങളോട് പറയുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല. ഓൾ യു നീഡ് ഈസ് എ ക്ലാരിറ്റി. നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് ഇതിലൊരു ക്ലാരിറ്റിയാണ്. എന്താണ് നിങ്ങളുടെ റോൾ എക്സാക്ട്ലി ഈ റിലേഷനിൽ, അതാണ് നിങ്ങൾക്കും അറിയേണ്ടത്. ഒരു പക്ഷേ 1 minute. ഓക്കെ, ആ ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി തരുന്നുണ്ടാവില്ല. ഓക്കെ, ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കാം ഈ റീഡിങ് കാണുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിള്ളേരുണ്ടാവും, 2 പിള്ളേരുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഹാപ്പി ഫാമിലി, ഒരു വ്യക്തി തിരിച്ചു വന്ന് നിങ്ങൾക്കൊരു റീകോൺസിലേഷൻ തരണം, റീകോൺസിൽ ചെയ്യണം, റീയൂണിയൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ബട്ട് ഈ ഒരു വ്യക്തി അമ്പിനും വില്ലിനും എടുക്കാത്തൊരു എനർജിയിലായിരിക്കും. ചില സമയത്ത് താല്പര്യം ഉണ്ടെന്ന് പറയും, എനിക്ക് നമ്മളും മക്കളും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് ചില സമയത്ത് പറയുന്നത്, ചില സമയത്ത് ഒന്നും പറയുന്നുണ്ടാവില്ല. അവർ ജസ്റ്റ് ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു മട്ടും ഭാവത്തിലും ആയിരിക്കും ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നത്. 1 minute. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ലെറ്റ് മീ ടേക്ക് ദിസ് കാർഡ്. ദ ഹാങ്ഡ് മാൻ. നിങ്ങളിവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ റിലേഷനിൽ നിൽക്കണമെന്നും അറിയത്തില്ല, നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് പോകണമെന്നും അറിയത്തില്ല, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്തോ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഓൾ യു നീഡ് ഈസ് ക്ലാരിറ്റി. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് ഈ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു ക്ലാരിറ്റി കണ്ടിന്യൂസ് ആയിട്ട് അവരോട് ചോദിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ റീഡിങ് കാണുന്നുള്ളത്. കാരണം നിങ്ങൾ ഒത്തിരി അധികം മെസ്സേജസ് അയക്കുന്നുണ്ടാവും, അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവരുടെ ഭാഗത്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ളൊരു റെസ്പോണ്ട്, അവർ ആഗ്രഹിക്കുന്ന രീതിക്ക് ഒരു റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അവർ വേറെന്തോ സിറ്റുവേഷനിൽ ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്, വേറെന്തോ കാര്യങ്ങളിലല്ല, വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഡസൻ മാറ്റർ എന്തും. തേർഡ് പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ബിഹേവിയർ തേർഡ് പാർട്ടി ആവാം, അല്ലെങ്കിൽ എന്തും തേർഡ് പാർട്ടി ആവാം. ഒരു പേഴ്സൺ തന്നെ ആവണം എന്നില്ല തേർഡ് പാർട്ടി. ഓക്കെ, അപ്പം ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയത്. നിങ്ങൾക്ക് അധികം വൈകാത്തൊരു ക്ലാരിറ്റി കിട്ടും ഈ റിലേഷനിൽ. എനിക്കത് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഇവിടെ നിങ്ങളെ കോൾ ചെയ്തോ മെസ്സേജ് ചെയ്തോ ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരും ഈ റിലേഷനിൽ. ജസ്റ്റ് സീ ദിസ്. ദി മൂൺ. ഞാൻ പറഞ്ഞില്ലേ, ഇവരും എന്താ പറയുക, ലൈക്ക് നിങ്ങളൊരു എന്താ പറയുക, ഒരു ലോ എനർജിയിലാണ് ഈ ഒരു ടൈമിലുള്ളത്. നിങ്ങളുടെ എനർജി ഡൗൺ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയെ വീണ്ടും നിങ്ങളുടെ ഹൈ വൈബ്രേഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക കേട്ടോ. നിങ്ങൾക്ക് അധികം വൈകാതെ ഈ റിലേഷനിൽ നിന്ന് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു വ്യക്തി തന്നെ ഇറ്റ്സെൽഫ് ഇവരൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ടാവും.
ഒന്നെങ്കിലും ഒരു കോളോ ടെക്സ്റ്റോ, ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു കോളോ ടെക്സ്റ്റോ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം അത് ചെയ്യാനായിട്ടുള്ള ചാൻസസ് എനിക്കിവിടെ കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കേട്ടോ. ഇപ്പം 4 മാസമായിട്ട് നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ എന്താണെങ്കിലും, അല്ലെ 4 വീക്സ് ആയിട്ടായിരിക്കാം, 4 ഇയേഴ്സ് ആയിട്ടായിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരും ഈ റിലേഷനിൽ. ബിക്കോസ് ട്രാവലിംഗ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട്. ലോങ് ഡിസ്റ്റൻസ് ആണ്. അപ്പം നിങ്ങൾക്കൊരു, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് മാറിയ സാഹചര്യങ്ങളുമായിട്ട് അഡോപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളൊരു മെസ്സേജസ് ആയിരിക്കാം ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ മാറിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാം, അല്ലെങ്കിൽ ഇവരുടെ മാറിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് പോവുമായിരിക്കും എന്നുള്ളൊരു തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ അത് റിയൽ ആവാം. എന്തായാലും ഒരു ട്രാവലിങ്ങിൻ്റെ എനർജീസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു ഗൈഡൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. മാറിയ സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെട്ട് പോകണം. ഇപ്പോൾ ഉള്ള ഈ നോ കോൺടാക്ട് സിറ്റുവേഷനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു എനർജീസും വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ഒരു മെയിനായിട്ട് ഇവിടെ ലോങ് ഡിസ്റ്റൻസ് ആണ്. നിങ്ങളും ഒരു വ്യക്തിയും തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. എനിക്ക് 8 hours ട്രാവലിംഗ് ഉണ്ടാവാം, അതല്ലെങ്കിൽ 4 hours ആയിരിക്കാം, 2 hours, അല്ലെങ്കിൽ 8 hours ആണ് ഇവിടെ പെർമനൻ്റ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്. 8 hours ട്രാവലിംഗ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവാം, ലോങ് ഡിസ്റ്റൻസ്. ഓക്കെ, എന്നെ ഈ ഒരു കാർഡ് വല്ലാണ്ട് അട്രാക്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഫ്ലവറിങ്ങിൻ്റെ കാർഡാണ് കേട്ടോ. എഗെയിൻ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ക്ലാരിറ്റിയും തരും. ആ ക്ലാരിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം, ഈ ഒരു വ്യക്തിക്ക് റിലേഷൻ വേണം എന്നുള്ളൊരു ക്ലാരിറ്റി ആയിരിക്കും ഇവർ നിങ്ങൾക്ക് തരുന്നത്. ആ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷനിൽ വരുമ്പോൾ ഇവിടെ ഒരു അബണ്ടൻസ് വരും. ഫ്ലവറിങ് മീൻസ് എന്താണ്? ഒരു നല്ലൊരു ടൈം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സൺ റേസ് ചെയ്യുമെന്ന് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, റെയിൻബോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എനർജീസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു എനർജീസ്, യെസ്, നിങ്ങൾക്കൊരു ക്ലാരിറ്റി അധികം വൈകാതെ റിലേഷനിൽ വരും. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി തന്നിട്ട് ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് വരും. ഡസൻറ്റ് മാറ്റർ നിങ്ങൾ ഈ റിലേഷനിൽ എന്താണോ ആഗ്രഹിക്കുന്നത്, എനിക്കറിയില്ല, ഒരു പക്ഷേ മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ റിലേഷൻ നിങ്ങളുടെ ഫേവറിൽ വരും എന്നാണ്, നിങ്ങളുടെ കൺട്രോളിൽ വരും എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഇവർ വിത്ത് ക്ലാരിറ്റിയോട് കൂടിയായിരിക്കും ഇനി വരുമ്പോൾ ഇവർ വരുന്നുണ്ടാവുക. ലൈക്ക് എനിക്ക് ഈ റിലേഷനിൽ ഇതാണ് വേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി ഒരു വ്യക്തി തരുന്നുണ്ടാവാം. അപ്പോൾ അവരുടെ എനർജീസ്, അവർ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവരിവിടെ ഇരിക്കുന്നത്. മൈൻഡും ഹേർട്ടും തമ്മിലൊരു ഫൈറ്റ് കണ്ടോ ഇവിടെ? മൈൻഡ് പറയുന്നത് നോ 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 നോ, ഈഗോ സെൽഫാണ്. ഹേർട്ട് പറയുന്നു കണക്റ്റ് ആവണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പം ഈ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫൈറ്റിങ്ങിൻ്റെ എനർജിയിലാണ് ആളും ഇവിടെ നിൽക്കുന്നത്. മെൻ്റലി വല്ലാത്തൊരു ഫൈറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നുള്ളത് ഈ റിലേഷനിൽ. അവരുടെ മൈൻഡിൽ ശരിക്കും മനസ്സ് പൂർണ്ണമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം തന്നെയാണ് പറയുന്നത്, പക്ഷേ ഈഗോ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അധികം നേരം ഒന്നും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇങ്ങ് വന്നോളൂ കേട്ടോ. നിങ്ങളായിട്ട് അപ്രോച്ച് ചെയ്യാൻ പോകണ്ട. ഇപ്പോൾ എത്ര നാളാണെങ്കിലും പൊളിറ്റിക്സ് ഭയങ്കരമായിട്ട് മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് പറയാം പുറമേ ചിരിച്ച് കാണിക്കുന്നുണ്ടാവും, എക്സാക്റ്റ് ആ ഒരു വ്യക്തി അതുപോലെ ആവണം എന്നില്ല. ഒത്തിരിയധികം പൊളിറ്റിക്സ് നിങ്ങളുടെ അടുത്ത് കളിച്ചിട്ടുണ്ടാവാം പാസ്റ്റിൽ. അത് നിങ്ങളെ ഒത്തിരിയധികം ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. ഈവൻ ടോക്സിക് ആയിട്ടുള്ളൊരു എനർജി ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത്. പക്ഷേ ടോക്സിക് ആണ് എന്നുള്ളൊരു എനർജിയിലുപരി അവർ ടോക്സിക് ആയിട്ടുള്ള ഒരു എനർജി പിന്നീടായിരിക്കാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ നല്ലതാണെന്നുള്ളൊരു എനർജിയിലായിരിക്കാം നിങ്ങളിവിടെ ട്രസ്റ്റ് ചെയ്തിരുന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവർ ഒത്തിരിയധികം മൈൻഡ് ഗെയിംസ് നിങ്ങളുടെ അടുത്ത് കളിച്ചിട്ടുണ്ടാവാം. ഇപ്പോഴും കളിക്കുന്നുണ്ടെന്നല്ല, അത് വേറൊരു കാര്യമാണ്. ലൈക്ക് ഇത് പാസ്റ്റിൽ എനർജീസാണ് പറഞ്ഞത്. ഒത്തിരിയധികം മൈൻഡ് ഗെയിംസ് നിങ്ങളുടെ അടുത്ത് കളിച്ചിട്ടുണ്ടാവാം. ഇപ്പം എന്തായാലും മൈൻഡ് ഗെയിംസ് ഉള്ളതായിട്ടൊന്നും എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഇവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്. ഒരു 10 of Cups എനർജി ഇവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഇൻകംപ്ലീഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളില്ലാതെ. നിങ്ങളുടെ വർത്തും വാല്യൂ ഒക്കെ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക്. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ടൈമിൽ ഇവർ ടോക്സിക് ആയിരുന്നു. വല്ലാത്തൊരു കണ്ടീഷനിങ്ങിൻ്റെ എനർജിയിലായിരിക്കാം നിൽക്കുന്നില്ല. എനിക്ക് റിലേഷൻ ചെയ്യുന്നത് വേണം, ഞാൻ പറയുന്നത് പോലെ ചെയ്യണം, അങ്ങനെയാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് അനുവദിക്കാത്തൊരു എനർജിയിലായിരിക്കാം ഈ ഒരു വ്യക്തി നിന്നിട്ടുള്ളത്.
അപ്പോൾ അങ്ങനെയുള്ള എനർജിയിലാണ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയൊക്കെ ബ്രേക്ക് ആവാൻ പോവാണ് അധികം വൈകാതെ. അതെല്ലാം ബ്രേക്കായിട്ട് നിങ്ങൾ വീണ്ടും കണക്റ്റ് ആവും, വീണ്ടും നിങ്ങളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്ക് റിലേഷൻഷിപ്പിൽ പോകും. അതിൽ ടോക്സിസിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എല്ലാം ഒരു ഫേസ് ആയിരുന്നു. ഇപ്പോഴുള്ളൊരു ഫേസിലൊരു സൈലൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് ഇത് വരും. ഈ ഒരു റിലേഷൻ എനർജി ഷിഫ്റ്റ് ആകും, ഈ ഒരു സൈലൻസ് ബ്രേക്ക് ആവും. ഇവർ നിങ്ങൾക്ക് ക്ലാരിറ്റി തരും, ന്യൂ ബിഗിനിങ് ഉണ്ടാവും കേട്ടോ. എനിക്കിതാണ് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. താങ്ക് യു.